ജിയാസ്കെ പറ്റിയുള്ള നിങ്ങൾക്കറിയാം. ജിയാസ്കെ എനിക്ക് ഒരു 8-9 വർഷമായിട്ട് പരിചയമാണ്. ഈ ഇൻഡസ്ട്രിയിലുള്ള ആളും കൂടി ആയതുകൊണ്ട് സ്റ്റാർ മാജിക് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷവും ഷിയാസ്കേറ്റിന് ഇനാഗുറേഷൻസ് നിങ്ങളെ നമ്മൾ കാണുന്നില്ലേ പരസ്പരം, അതുപോലെയാണ് ഇനാഗുറേഷനൊക്കെ ഞാൻ ഷിയാസ്കെ കാണുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലമും കാര്യങ്ങളും വരുമ്പോഴാണ് ഞാൻ ഷിയാസ്കെ കാണുന്നത്. അല്ലാണ്ട് ഷിയാസ്കയുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഷിയാസ്കെ എവിടെ പോകുന്നു, ആരെ കോൾ ചെയ്യുന്നു, പിന്നെ ആരൊക്കെയാണ് ഫ്രണ്ട്സ്, പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഒന്നത്തെ കാര്യം ചോദിക്കാറില്ലേ. ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോൾ ഞാൻ ഇക്കിട്ട് പറയാറുണ്ട്. അപ്പൊ അല്ലാണ്ട് ഇക്കടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഞാനും ചോദിക്കാറില്ല, ഇക്ക എന്നോട് ഷെയർ ചെയ്യാറില്ല. അപ്പൊ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല, എനിക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. അതെ, 1,40,000. ഓക്കെ. അനുമോൾ സംബന്ധമായിട്ടുള്ള കാര്യമല്ല ഇവിടെ പറയാൻ വന്നത്, ഷിയാസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയാൻ വന്നിരിക്കുന്നത്. കുറെ ആൾക്കാർ വിചാരിക്കും ഇനി എന്തിനാ അനുമോളെ പൊക്കിക്കൊണ്ട് വന്നതെന്നൊക്കെ. അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇനി ഒരു വീഡിയോ കൊണ്ടുണ്ട്, ഞാനത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വേറൊരു വിഷയം കൂടെ ഇപ്പുറത്തൂടെ നടക്കുന്നുണ്ട്. ഫിറോസ് സജന വിഷയങ്ങൾ നല്ല രീതിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പം. അപ്പോൾ അതിൽ ഈ പറയുന്ന സജിന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോ മെൻഷൻ ചെയ്തിട്ടില്ല, ഈ ഷിയാസിൻ്റെ വിഷയത്തിലാണ്. അതായത് ഷിയാസ് ഇപ്പോൾ ഏത് പെണ്ണുമായിട്ടാണോ വിഷയത്തിൽ നിൽക്കുന്നത്, അതേ പെണ്ണും ഈ പറയുന്ന ഫിറോസും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നുള്ള ഒരു കാര്യം. നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ആ സ്ത്രീ അപ്പോൾ ഒട്ടും വെടിപ്പല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സ്ത്രീ ഒട്ടും വെടിപ്പല്ലല്ലോ. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ എവിടെയും ചാടി നടക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ വന്നിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ ഈ ഒരു പരിപാടിക്ക് പോയെങ്കിൽ ഇവർ കാണിച്ചത് മറ്റേ പരിപാടി തന്നെ, തന്തയ്ക്ക് ഉറക്കാത്ത പരിപാടി തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അതിന് ഇവനെ ന്യായീകരിച്ച് വരുവാണെങ്കിൽ ആരായാലും നമ്മൾ സംസാരിക്കും, അത് വേറെ കാര്യം. നമ്മൾ സംസാരിക്കുമെന്ന് വെച്ചാൽ ഇത് നീതി മേടിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല, അത് വേറെ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ അടുത്ത സമയത്ത് ഇവൻ കേസ് കൊടുത്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൊടുത്തു ഇല്ലെന്ന് എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണം. നമുക്ക് അതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, അനുമോള് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു, പരമാവധി ഈ കാര്യം ഷെയർ ചെയ്തു. എന്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഞാൻ കൊടുക്കാനും ഇല്ല, എനിക്ക് തരാനും ഇല്ല. ഇക്കയുടെ കല്യാണമായ സമയത്ത് ഇക്കയ്ക്ക് ഞാൻ 1,00,000 രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇക്ക പിറ്റേ മാസം എനിക്ക് ഇട്ട് തരുകയും ചെയ്യും. അത് ഞാൻ അറിയാലോ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെ, ഇവൻ നടന്നിങ്ങനെ കൊടുപ്പും മേടിക്കുമ്പോഴായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്റെ വൈഫിന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. പിന്നെ സജിന പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഞാൻ വെച്ച് തരാം. എന്തായാലും ഒന്ന് കേക്ക് അനുമോള് പറയുന്നത്. അറിയാവുന്ന നമുക്ക് അത്ര വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കുമല്ലോ, അത്രയുള്ളൂ. അല്ല 1,40,000 കണക്ക് എനിക്ക് അറിയത്തില്ല. ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം സജിന പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ. ഒരു കാര്യം പറയാം, ഇപ്പോൾ സജിന ഫിറോസ് വിഷയം വന്ന സമയത്ത് സജിന കുറേ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഓരോ പെൺകുട്ടികളെ എടുത്തിടുന്നുണ്ട്. ഇന്ന പെണ്ണുമായിട്ട് ഉമ്മ വെച്ച്, ഇന്ന പെണ്ണുമായിട്ട് അതടിച്ചു ഇതടിച്ചു മറ്റേത് മറിച്ചു എന്നൊക്കെ സജിന കടന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു സ്ത്രീ, അത് അങ്ങൊരു സാധനം സ്വന്തം ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പല പെണ്ണുങ്ങളുടെയും കൂടെ കാര്യം ഇടുമ്പോൾ പൂക്കുട്ടിയുടെ കാര്യം നൈസായിട്ട് ഒഴിഞ്ഞു പോകും, റസൂൽ പൂക്കുട്ടിയുടെ കാര്യം. അതിനു വേണ്ടി പല ബിഗ് ബോസിലെ പെണ്ണുങ്ങളാ ചിലപ്പോൾ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ കണ്ടവരെ എന്തിനാണ് ഇതിനകത്ത് വിളിച്ചിടുന്നത്. ആ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, ആ പെണ്ണ് എന്നോട് സോറി പറയണം, അല്ലെങ്കിൽ അവൾ സോറി പറഞ്ഞ് അവൾ കേട്ട് എന്തൊക്കെ വിവരക്കേടാ വിളിച്ചു പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാൾ ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ള സാധനം തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണുങ്ങൾ ഓക്കെ, പുള്ളിയും കണക്കാ നിങ്ങളും കണക്കാ, ആ ഒരു കേസ് കേട്ടില്ല. ഇപ്പോൾ ഷിയാസിൻ്റെ കാര്യം പറഞ്ഞു കേട്ടില്ലേ. ഷിയാസും എന്നെ പോലെ എന്താ പറയണ്ടേ, ഷിയാസിൻ്റെയും പോട്ടെ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ഫിറോസിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ. ആ പെണ്ണാണ് ഈ പറയുന്ന ഷിയാസിൻ്റെ, എൻ്റെ പൊന്നു എന്നെ കൊണ്ട് കൺഫ്യൂഷനാക്കി. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും സജിനെ ഇത് എന്തുവാണോ ഇവിടെ മെയിനായിട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ആ പെണ്ണിൻ്റെ കാര്യമാണ്. ആ പെണ്ണിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അവർക്ക് 10-65 എന്ന് പറഞ്ഞു, ഇപ്പം 56 പറയുന്നുണ്ട്. പക്ഷെ കണ്ട ഒരു 44 വയസ്സ് തോന്നിക്കത്തുള്ളൂ. സീരിയസ്ലി ഒരു 44 വയസ്സ് അവർക്ക് കണ്ടാൽ പറയത്തുള്ളൂ, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ. ഞാൻ അവരുടെ ഫോട്ടോസൊക്കെ കണ്ടാണ്. ഓക്കെ, അത് വിട്. ഈ പറയുന്ന ഷിയാസിൻ്റെ വൈഫ് ഒരു വോയിസ് ഇടുന്നുണ്ട്, അതൊന്ന് കേൾക്ക്. കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെ ചവിട്ടി നാണുണ്ട നിങ്ങക്ക്.
ശിവയും ഉമ്മയും കുറെ ഊറ്റിയല്ലോ, കഥയൊക്കെ നമുക്കറിയാം, കണക്കും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ നമ്മൾ ഊറ്റിയിട്ടുണ്ട് കുഴപ്പമില്ലെന്ന് ഈ പറയുന്ന ഈ ഷിയാസിന്റെ വൈഫിന്റെ വോയിസ് എന്ന് പറയുന്നുണ്ട്. ഈ പെണ്ണിന്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അവർ മേടിച്ചിട്ടുണ്ട്, ഉമ്മയുടെയും മേടിച്ചിട്ടുണ്ടാകും പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുപ്പിൽ വാങ്ങലൊക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ നൈസായിട്ട് അവരുമായിട്ട് മറ്റു പരിപാടികളും ഉണ്ടായിരുന്നു. ആര്? നമ്മുടെ അണ്ണൻ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പം അവസരം കണ്ടില്ലേ, അവർക്കിട്ട് പണി കൊടുത്തപ്പോൾ അവർ തിരിച്ചിട്ട് പണി കൊടുത്തു. ഇതിപ്പം അവൻ്റെ ഭാഗത്താണ് കൂടുതലും തെറ്റെന്നുള്ള രീതിയിലാണ് വോയിസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ആ ഒരു ബന്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരം തന്നെയാണ്. കാരണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പെണ്ണുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. ഓക്കെ, ഇതിപ്പം സത്യമാണെന്ന് ഇവൻ്റെ ഉമ്മ അറിയുകയാണെങ്കിൽ ആ ഉമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മൻ്റെ പ്രായം ഉണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറയുക, നെജു തള്ളനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും. ഓക്കെ, ഇതിപ്പം ഈ പറയുന്ന ഷിയാസിന്റെ വൈഫിന്റെ വോയിസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. 99% പല ആൾക്കാരും ഇത് തന്നെ പറയുന്നത്. ഞാൻ ചില ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരും ഇത് തന്നെ പറയുന്നത്, ആണടാ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അണ്ണന്റെ വേറൊരു വോയിസ് കേൾപ്പിച്ചു തരാം. ഗുഡ് നൈറ്റ്. 23-24 ഞാൻ അവിടെ എത്തും. പൊളിക്കാൻ മലപ്പുറം വിളിക്കാത്ത അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ദിവസമുണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഫുൾ ടൈം ആരുണ്ട്? ഫുൾ ടൈം എനിക്കൊന്ന് വൈഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ഈ ഒരു ബന്ധം പുലർത്തുന്നുണ്ടെന്നുള്ള അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചെറ്റത്തരം. പിന്നെ അത് മാത്രമല്ല, ഇവൻ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഇവൻ്റെ നേരത്തെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതായിരുന്നു. പിന്നെ അത് അവൻ്റെ പേഴ്സണൽ കാര്യമാകുമ്പോൾ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഇല്ല. വലിയ ആനക്കാര്യമോ എന്താ സോഷ്യൽ റിലേറ്റഡായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നൊരു കേസ് കേട്ടാണ്. പക്ഷേ ഇവൻ്റെ അങ്ങനെയല്ല. ഇവൻ്റെ എല്ലാ കുളിസ്ഥ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആദ്യം അറിഞ്ഞത് ഈ ഒരു കേസ് കേട്ട് ഇവനെ പെടുത്താൻ നോക്കിയാന്ന് അറിഞ്ഞത്. അത് ഇവനെ വിശ്വസിച്ച് ഇവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മൾ പറയുകയും ചെയ്തത്. അത്യാവശ്യം നമുക്കറിയുന്ന ഈ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴും ഇവരെ സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. പിന്നീട് അവർ ആ വോയിസ് വിടാൻ തുടങ്ങിയപ്പോഴാണ് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയത്. മനസ്സിലായോ? പിന്നെ ഇവനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഈ പറയുന്ന ഷിയാസിനെ. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളിൽ പോകണം. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, ഷോറി. നോമ്പ് സംസാരിക്കാം. ഞാൻ വിളിച്ചാൽ എടുത്തില്ല, മെസ്സേജാ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു. അതിനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം. അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ തിരക്കണം. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്ന ഒരു പണിയെടുക്കണം. ഫുഡ് ഒരു കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാനോ നാട്ടിലല്ലോ, സൗദിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എനിക്ക് നീ മെസ്സേജ് കയറില്ല. പിന്നെ ഞാനിങ്ങനെ ആക്ച്വലി വിചാരിച്ചിട്ട് അയക്കാത്താണ്. നീ ദർഫായിട്ട് വിഷയം തീർക്കോളൂ. നീ എനിക്ക് കുഴപ്പമില്ല. തടിച്ചത് നാട്ടിലെ പട്ടണം ശരിയായി പോകും. നീ ദർഫായിട്ട് വിഷയം തീർക്കോളൂ. നീ എനിക്ക് കാണാൻ പിടിക്കുന്നു. രണ്ടാളും എനിക്ക് കാണാം. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. അങ്ങനെ ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഇവൻ കാണിക്കുന്ന ചെറ്റ പരിപാടി എന്ന് പറയാം. കാരണം ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇമ്മാതിരി കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരാളെ കെട്ടിക്കൊണ്ട് പുറപ്പിക്കുമ്പം വേറെ അടുത്തിടെ മൂടി താങ്ങാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ അളിയാ, അങ്ങനെ പോവും. അതല്ലേ അന്തസ്. ഒരുത്തി ഉണ്ടായിട്ട് അവളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു പരിപാടി കാണിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറഞ്ഞാൽ ആൾക്കാർ പലതും പല സെൻസിലെടുക്കും. ആ ഒരു ടീംസുകളാണ്. കഷ്ടം. വേണം. നീ അവൾക്ക് മെസ്സേജ് മെസ്സേജ് പറയേണ്ട കാര്യങ്ങൾ സംസാരിച്ച് പ്ലീസ്. ഈ ജിമ്മൂടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ സന്തോഷിക്കണം. എല്ലാവരും വേണം. എനിക്ക് ദർശനം മാത്രമല്ല, നിങ്ങൾ എല്ലാവരും വേണം. ഞാൻ നിനക്ക് പെരുമ്പാർക്ക് വീട് മാറുന്നത് പറയാം. എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. എനിക്ക് എന്ത് പ്രശ്നം ഞാൻ ഇടപെടാൻ വേണ്ടിയാണ്. എനിക്കെപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞാനിക്ക് ഇത് കേട്ടോ സെവൻ അത്യാവശ്യം വേണം. അപ്പം എന്താ പറയണ്ടേ?
അവർ കൊണ്ട് കേസും കാര്യങ്ങളും കൊടുത്തു, റൂം എടുപ്പിച്ചു, അവരെ ഒരുപാട് പെട്ടെന്ന് നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തത്. ഒറ്റ കാര്യം ഷിയാസെ നീ തെളിയിക്കേണ്ടത് നീ കൊണ്ട് ഇവരുടെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു, അത് മാത്രം അറിയണ്ട. നിനക്ക് ഇത്ര കോൺഫിഡൻസ് വന്നു പറയുമ്പോഴേ ഇതിപ്പം എന്താ പറയണ്ട, കറക്റ്റ് കാര്യങ്ങൾ ഇവൻ്റെ തൂക്കിയിട്ടിട്ട് ഇവന് പണി കൊടുത്തത്. ഈ അടുത്ത സമയത്ത് BJP എന്നും പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ മോട്ടിവേഷനും കുറേ നന്മയൊക്കെ കൊടുത്തതാണ്. ദേ കിടക്കുന്നു, പാലും കിട്ടി. പിന്നെ ആ സ്ത്രീ ഒട്ടും മോശമൊന്നുമല്ല, ഈ പറയുന്ന സ്ത്രീയും ഒട്ടും മോശമല്ല, ഈ പറയുന്ന ഫിറോസ് ഖാനുമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഷ്ടം. ഒരു 2 ദിവസം ആണുള്ളത് റെഡിയാക്കണം മതി. നോക്ക് 14 കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കലടാ, 14 മതി, അല്ലെങ്കിൽ നോക്കല. എന്നാ ഓക്കെ സെറ്റ് ചെയ്തിട്ട് പറ ഷാള എവിടെ വെച്ചാൽ കളക്ട് വിടാം, അല്ലെങ്കിൽ എത്തിക്കാൻ വിളിച്ചിരിക്കും ഷാള. നീ ഗർഫായിട്ട് വിഷയം തീർന്നോളൂ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ചത് നാട്ടിലും പട്ടണം ശരിയായി പോകും. നീ ഗർഫായിട്ട് വിഷയം തീർന്നോളൂ, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പിടിക്കുന്നു. കാരണം എനിക്ക് കാണാം, ഞാൻ ഈവനിങ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ അങ്ങനെ അവൾക്ക് മെസ്സേജ് അവളെ നീ ഇത് കുറച്ചിട്ട് ഒരു മെസ്സേജ് പറയട്ടെ കാര്യം. ഓക്കെ, എന്തായാലും അനുമോളെ ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷ്യം കണ്ടൊക്കെ കൈകാര്യം ചെയ്ത അനുമോൾക്ക് നല്ലത്. ഉള്ള കാര്യം തുറന്നു പറയല്ലോ. ഇവൻ ഈ ടൈപ്പ് ആണെങ്കിൽ എൻ്റെ അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കേസ് കെട്ടുന്നുണ്ട്. ഇവൻ വന്നിട്ട് പെങ്ങൾ കുട്ടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനൊക്കെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ആർക്കറിയാം. ഇവൻ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിലോ, ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഈ ഒരു സ്ത്രീയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇവള് ഒട്ടും മോശമല്ലല്ലോ. രണ്ടുപേരും കണക്കാണ്. ഈ കഥ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത്, സത്യം പറഞ്ഞ ഒരു കോമഡി ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും കൊള്ളാം, നല്ലതാണ്.